ശ്രീ ജയചന്ദ്രൻ SFI നേതാവും ABVP നേതാവും ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് താങ്കൾ ശ്രദ്ധയോടെ കേട്ടല്ലോ. കൃത്യമായ ഒരു താരതമ്യം താങ്കളെപ്പോലെ ഒരു സീനിയർ ജേർണലിസ്റ്റ് എങ്ങനെയാണ് നടത്തുന്നത്? മറ്റൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും നമുക്ക് കുറെ കൂടി വ്യക്തതയോടെ മനസ്സിലാക്കാൻ ഇപ്പോൾ ഈ ചർച്ചയിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ മാധ്യമങ്ങൾ വലിയൊരു തെറ്റ് ഈ വിഷയം കൈകാര്യം ചെയ്തതിൽ വരുത്തിയിട്ടുണ്ടോ? ഒന്ന്. രണ്ടാമത്തെ കാര്യം, MPhil കൊടുത്ത അതേ അധ്യാപിക ഡീനായി കഴിയുമ്പോൾ ഡോക്ടറേറ്റിലേക്ക് ആ ഗവേഷക വിദ്യാർത്ഥി പോകുമ്പോൾ ജീവിതത്തിൽ ഇനി മായാത്ത കളങ്കം ചാർത്തി ആ PhDക്ക് സംസ്കൃതത്തിൽ PhD നിൽക്കുന്ന ആ വിദ്യാർത്ഥിയോട് പറയാണ് അയാൾക്ക് സംസ്കൃതം അറിയില്ല എന്ന നില സ്വീകരിക്കാൻ. ഒരേ അധ്യാപികയാണ്. രസകരമായ ഒരു കാര്യം, ശ്രദ്ധേയമായ കാര്യം, ജാതി മാത്രമല്ല എന്നതും പറയപ്പെടുന്നുണ്ട്. അതായത് ഗൈഡ് മുസ്ലിമാണ് എന്നൊരു സാഹചര്യം കൂടി ഒക്കെ വാർത്തകളിൽ കാണുന്ന ഇടവന്നു. ഞാൻ ഈ രണ്ട് വിദ്യാർത്ഥി നേതാക്കൾ പറഞ്ഞത് വെച്ച് ഈ വിഷയത്തെ താങ്കൾ എങ്ങനെ താരതമ്യം ചെയ്യുന്നു, ഈ പ്രശ്നത്തെ? ഇതില് ഈ വിഷയം നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് എന്താ, പ്രധാനമായിട്ട് ഇവർ പറയുന്നത് വിപിൻ വിജയൻ എന്ന വിദ്യാർത്ഥിക്ക് സംസ്കൃതം അറിയില്ല. ശരി, അത് മുഖവിലയ്ക്ക് എടുക്കാം, നമുക്കത് മുഖവിലയ്ക്ക് തന്നെ എടുക്കാം. പക്ഷേ ABVP പ്രതിനിധി കൃത്യമായും നിർബന്ധമായും മറുപടി പറയേണ്ട ഒരു പ്രശ്നം അത് അവിടെ ഉയർന്നു നിൽക്കുന്നുണ്ട്, മുഴച്ചു നിൽക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, ഈ സംസ്കൃതം അറിയില്ല എന്ന് പറയുന്ന വിപിൻ വിജയന് ഈ വിദ്യാർത്ഥിയുടെ MPhil ഗവേഷണ പ്രബന്ധം ഒറിജിനൽ ആൻഡ് ജെനുവിൻ, ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഒറിജിനൽ ആൻഡ് ജെനുവിൻ എന്ന് എഴുതി അതിന്റെ താഴെ ഒപ്പിട്ടിരിക്കുന്നത് ഇതേ വിജയകുമാരി ടീച്ചറാണ്. അപ്പോ ആ ടീച്ചർ ഇപ്പോ സംസ്കൃതം അറിയില്ല എന്ന് പറഞ്ഞാൽ ഇതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ടെന്ന് പ്രത്യക്ഷത്തിൽ തന്നെ ഇത് അറിയുന്ന ആർക്കും മനസ്സിലാവില്ലേ? പ്രത്യക്ഷത്തിൽ എന്താണ് ആ ഗൂഢാലോചന എന്നുള്ളതാണ് പിന്നെ തെളിയേണ്ട കാര്യം. അതിലേക്ക് വരാം. പക്ഷേ ആ ഗൂഢാലോചന അവിടെ സ്പഷ്ടമാണ്. ഈ MPhil ഗവേഷണ പ്രബന്ധത്തിൽ ജെനുവിൻ ആൻഡ് ഒറിജിനൽ എന്ന് പറയുന്ന ആ റിസർച്ച് പേപ്പർ സബ്മിറ്റ് ചെയ്ത ആളിന് സംസ്കൃതം അറിയില്ല എന്ന് അതേ അധ്യാപിക ഡീനാകുമ്പോൾ, HOD ആയിരുന്ന അധ്യാപിക ഡീനാകുമ്പോൾ എങ്ങനെയാണ് വാദിക്കുന്നത്? ഇനി അവർക്ക് വാദിക്കാനുള്ള എന്തെങ്കിലും സ്പേസ് ഉള്ളിടത്താണോ അവർ അത് ചെയ്യുന്നത്? അല്ലല്ലോ. അതിനും അപ്പുറം അവർ VCക്ക് പരാതി കൊടുക്കുന്ന എന്ത് ബലത്തിലാണ് കൊട പിടിക്കാൻ ഏറ്റവും മുകളിൽ ഒരു ചാൻസലർ ഉണ്ട് എന്നുള്ളതല്ലേ ആ ബലം. അതിന് താഴെയാണ് ഈ VC നിൽക്കുന്നത്, അതിന് താഴെ താൻ നിൽക്കുന്നു, തന്റെ താഴെ സിൻഡിക്കേറ്റ് അംഗങ്ങളും സെനറ്റ് അംഗങ്ങളും ഉണ്ട് എന്നുള്ളതാണല്ലോ ധൈര്യം. അപ്പൊ ഇത് വരുന്നത് എവിടേക്കാണ് വരുന്നത്? അതാണ് ഞാൻ പറയുന്നത്. ഈ മറ്റൊന്ന് പ്രധാനപ്പെട്ട കാര്യം അത് പറയാതിരിക്കാൻ കഴിയില്ല സ്ഥലത്തെ. ഈ പറയുന്ന സംസ്കൃതത്തെ പറ്റിയാണല്ലോ. ABVP പ്രതിനിധിയോട്, യുവ സുഹൃത്തിനോട് ഞാൻ ചോദിക്കുകയാണ്, ഇങ്ങനെ നിങ്ങൾ പറയുന്ന സംസ്കൃതം, അല്ലെങ്കിൽ നിങ്ങൾ സംസ്കൃതം എന്ന് പറയില്ല, നിങ്ങൾ ദേവനാഗിരി എന്നാണല്ലോ പറയുക. ആ ദേവനാഗിരി അതൊരു സംസാര ഭാഷയാണ്, അതോ വ്യവഹാര ഭാഷയാണോ ഇന്ത്യയിൽ എവിടെയെങ്കിലും? മറിച്ച് സംസ്കൃതം ഒരു മൃതഭാഷയാണ് എന്നാണല്ലോ നമ്മളെല്ലാം അറിയുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ള. അങ്ങനെയല്ലേ? ആ സംസ്കൃതത്തിനെ അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ട് നടക്കുന്ന ഒരുപാട് ശ്രമങ്ങളുടെ ഭാഗം കൂടെയാണല്ലോ ഇതുപോലുള്ള വിദ്യാർത്ഥികൾ BAയും MAയും. ഇത് സംസ്കൃതം എന്ത് പഴച്ചു? ഇതുപോലൊക്കെയുള്ള അധ്യാപകർ വന്നാലാണ് ഈ പ്രശ്നം വരുന്നത്. എത്രയോ വർഷങ്ങൾ ഇതിനുവേണ്ടി അർപ്പിച്ച് ആ ഭാഷയിൽ ഗവേഷണം ചെയ്യുന്ന വിദ്യാർത്ഥികളെ അങ്ങനെ തീർത്തും ഇല്ലാതാക്കുന്ന വിധത്തിലേക്ക് ആളുകൾ പെരുമാറാൻ തുടങ്ങുമ്പോഴാണ് വല്ലാത്തൊരു സാഹചര്യം. അല്ലത് ശരത്ത്, ഞാൻ പറയുന്നത് ഇതൊക്കെ പറയുമ്പോ ഈ സംസ്കൃത ഭാഷയെ വല്ലാതെ പുൽകുന്നവരാണ് ഇവരാകെ. ഈ സംഘപരിവാർ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരും അങ്ങനെ തന്നെയാണ്. ആയിക്കോട്ടെ, എനിക്കതിലൊന്നും വിരോധമൊന്നുമില്ല. പക്ഷേ പറയുന്നത് എന്താണെന്നുള്ളത് കൂടെ ഉത്തരവാദിത്തോടെ അവർ കാണണ്ടേ, അവരെങ്കിലും കാണണ്ടേ. അതുകൊണ്ടാണ് ഈ യുവ സുഹൃത്തിനോട് ഞാൻ ചോദിക്കുന്നത്, എങ്ങനെയാണ് സംസ്കൃതം അറിയാത്ത ആളിന്റെ ഗവേഷണ പ്രബന്ധത്തിന്, MPhil പ്രബന്ധത്തിന് ജെനുവിൻ ആൻഡ് ഒറിജിനൽ എന്ന് ഒപ്പിട്ട് കൊടുക്കുന്നത് ഇതേ വ്യക്തി തന്നെ? ആ വ്യക്തി ഇപ്പോ അവർക്ക് അധികാരം കിട്ടിയപ്പോ ശിവപ്രസാദ് ശരിയായി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ അവർക്ക് അധികാരം ഡീനായി കഴിഞ്ഞപ്പോഴേക്ക് പെട്ടെന്ന് നേരെ തിരിഞ്ഞ് ഇയാൾ കൊള്ളരുതാത്തവനാകുന്നു, സംസ്കൃതം അറിയാത്തവനാകുന്നു. പിന്നെ ശരത്ത്, ഒറ്റ കാര്യം കൂടെ, ഇത്തരം പ്രബന്ധങ്ങൾ ഓപ്പൺ വൈവേ ആണല്ലോ നടന്നത്. ഓപ്പൺ ഡിഫൻസ് എന്ന് ശിവപ്രസാദ് പറഞ്ഞ ഓപ്പൺ വൈവേ ആണ്. ഓപ്പൺ വൈവേയിൽ ഇംഗ്ലീഷിൽ ഓപ്പൺ വൈവേയിൽ ഈ ഡിഫൻസ് അവതരിപ്പിക്കാനുള്ള അവകാശം, സ്വാതന്ത്ര്യം, ഉത്തരവാദിത്വം
അതത് വിദ്യാർത്ഥികൾക്ക് ഇല്ല എന്ന അഭിപ്രായം ABVP പ്രതിനിധിക്ക് ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് പറയണം കേട്ടോ. കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. കാരണം അവിടെ അവരനുവദിച്ചിട്ടുള്ളതാണ് ഓപ്പൺ വൈവയിൽ ഇംഗ്ലീഷിൽ അവതരിപ്പിക്കാം എന്നുള്ളത്. അത് സ്വാഭാവികമായ നടപടിയായിട്ട് ചെയ്തു പോരുന്ന അല്ല, പ്രക്രിയയുമാണ്. എക്സ്റ്റേണൽ എക്സാമിനർക്ക് പ്രശ്നവുമില്ല. കാരണം അഹമ്മദാബാദ് സർവകലാശാലയിൽ നിന്ന് അത് അതിന്റെ ചുമതലക്കാരൻ ചെയർമാൻ അത് അദ്ദേഹമാണ്. അതെ. ഇവരുടെ തന്നെ ഡോക്ടറൽ തീസിസിന് യെസ്, ഈ ഡോക്ടർ വിജയകുമാർ ഡോക്ടർ തീസിസിന് അത് ബാധകമാക്കേണ്ടി വരും. അങ്ങനെ ആകുമ്പോൾ ശരി. ഞാൻ ആ പോയിന്റിൽ ഒരു കാര്യം കൂടി ശ്രീ ജയചന്ദ്രൻ ഒരു കാര്യം കൂടി പറയാം. ഇതുമായി ബന്ധപ്പെട്ട് ദളിത് ചിന്തകനും എഴുത്തുകാരനുമായ TS ശ്യാംകുമാർ എഴുതിയ ഒരു കാര്യം കൂടി ഈ ഘട്ടത്തിൽ പരാമർശിക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ഈ ഡോക്ടർ വിജയകുമാരി ഡീൻ ഇപ്പോൾ ഈ വിദ്യാർത്ഥിയെ ജാതീയമായി അധിക്ഷേപിച്ച ഗൗരവമായ ആ കേസിൽ പ്രതിയായി നിൽക്കുന്ന വിജയകുമാരി 2002 കേരള സർവകലാശാലയിൽ സമർപ്പിച്ച സ്വന്തം ഗവേഷണ പ്രബന്ധത്തിൽ പോലും ഗവേഷണ രീതിശാസ്ത്രം പാലിച്ചിട്ടില്ല എന്ന് പരിശോധിച്ചാൽ വ്യക്തമാകും. ഇപ്പോൾ ശ്രീ ജയചന്ദ്രൻ പറഞ്ഞ ആ വാദം തന്നെയാണ് അതിൽ എന്ന് തോന്നുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശ്യാംകുമാർ അതേക്കുറിച്ച് എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് നിരവധി മാധ്യമ വാർത്തകൾ വരികയും ചെയ്തിരുന്നു. അതിലൊരു ഭാഗമാണ് ഞാനിപ്പോൾ കോട്ട് ചെയ്യുന്നത്. അധ്യാപക പ്രൊഫൈലിൽ ഡോക്ടർ വിജയകുമാരിയുടേതായി നിരവധി പ്രബന്ധങ്ങളും പുസ്തകങ്ങളും ഉണ്ടെന്ന് അവകാശവാദമുണ്ട്. സ്വന്തം ഡിപ്പാർട്ട്മെൻറ്റിൽ പോലും ഇവരുടെ പുസ്തകങ്ങളുടെ ഒരു കോപ്പി പോലും ലഭ്യമല്ലെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത് എന്ന് ശ്യാംകുമാർ പറയുന്നു. സ്വന്തം വൈജ്ഞാനികത തെളിയിക്കുന്നതിനായി ഡോക്ടർ വിജയകുമാരി അവരുടെ പുസ്തകങ്ങൾ പൊതുജന സമക്ഷം വെളിപ്പെടുത്താൻ ഈ സന്ദർഭത്തിൽ തയ്യാറാവണമെന്നും ശ്യാംകുമാർ തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു എന്ന് പറയുന്ന ചർച്ച ഈ സമൂഹത്തിൽ നടന്നു വരികയാണ്.